ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചോക്ലേറ്റും ബിസ്ക്കറ്റെല്ലാം ചേർത്തിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ തന്നെ മതി കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വന്നാൽ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്ലെയിം ഓഫ് ആക്കാണ്ട് വേണം ഇതെല്ലാം മിക്സ് ചെയ്യാൻ കേട്ടോ. 250 ml 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിൽ കുറവായിട്ട് ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ, അതുപോലെ തന്നെ 1/4 കപ്പിൽ കുറച്ച് കുറവായിട്ട് തന്നെ പാൽപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ 1/4 കപ്പിൽ കുറച്ച് കുറവായിട്ട് കോൺഫ്ലവർ അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡർ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ 1/4 കപ്പിൽ കുറച്ച് കുറവായിട്ട് തന്നെ ചോക്ലേറ്റ് ഇല്ലേ, നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റ്, മിൽക്ക് കോമ്പൗണ്ട് വന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര ആദ്യം ഞാൻ 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുറവായിട്ട് ഒരു 1/4 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നുള്ളത്. ഇത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. മിൽക്ക് മെയ്ഡ് ആയിരിക്കും ചേർക്കുന്നത് നല്ലത് കേട്ടോ. ഏകദേശം 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് ലംസ് എല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ടകളെല്ലാം നമ്മളെ ചോക്ലേറ്റിലും മെൽട്ടായി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാലേ നമുക്ക് ഇതിലേക്ക് 2 ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് മധുരം കുറവായതുകൊണ്ട് വീണ്ടും ഒരു 1/4 കപ്പ് കൂടി ഷുഗർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ കുറച്ചൊന്ന് നമുക്ക് നമ്മളെ പാലെല്ലാം നല്ലോണം കുറുകി വന്ന് നല്ല കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ മുതുമല ചേർത്തെന്ന് വെച്ചിട്ട് ബ്രെഡെല്ലാം നല്ലോണം സോഫ്റ്റായിട്ട് ഇതിലേക്ക് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ പാലിൻ്റെ മിക്സിയിലേക്ക് ആവുകൊണ്ട് വീണ്ടും നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് പുഡിങ് ആക്കി സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റും എല്ലാം മെൽട്ടായി നല്ല തിക്കായി വന്നേരം തന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് പുഡിങ്ങിന് ട്രേയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ഞാൻ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുക്കാം. മേരി ബിസ്ക്കറ്റാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഞാനിപ്പോൾ 2-3 ടൈപ്പ് ബിസ്ക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ ആ പുഡിങ്ങിൻ്റെ മിക്സിലെ അത് ഇട്ടെടുക്കാം. ഇനി വീണ്ടും നമുക്ക് നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ടൈമിങ്ങൾക്ക് നട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നട്ട്സും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും കടിക്കാനെല്ലാം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബിസ്ക്കറ്റിന് നല്ല ക്രഞ്ചി ആയിട്ട് ഉണ്ടാവും കേട്ടോ. കുറച്ച് ടൈം വരെ എന്തായാലും ഈ ഒരു ക്രഞ്ചിനെസ് എല്ലാം ഉണ്ടാവും. പെട്ടെന്ന് അങ്ങനെ ബിസ്ക്കറ്റ് സോഫ്റ്റ് ആവുകയൊന്നും ചെയ്യില്ല കേട്ടോ. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ പുഡിങ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബിസ്ക്കറ്റും ചോക്ലേറ്റെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് എടുത്ത് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ടൈം സെറ്റ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ക്ഷമയില്ലാത്തതുകൊണ്ട് വേഗം എടുത്തുകൊണ്ടാണ് കേട്ടോ കുറച്ചൊന്ന് പൊട്ടിപ്പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് വരെയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.